ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ മൂന്ന് കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തായിരുന്നു, കുറച്ച് ഫ്രീ പ്രോഡക്ട്സ്. ഇത് പ്രൊമോഷൻ ഒന്നും അല്ല കേട്ടോ. അപ്പം അത് ഓപ്പൺ ചെയ്യുന്നത് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് അല്ലെങ്കിൽ ഇടയ്ക്ക് പറയാം എങ്ങനെയാണ് ഈ ഫ്രീ ആയിട്ടുള്ള സാധനങ്ങൾ തെമ്മൂന്ന് കിട്ടണേന്ന്. നമുക്ക് 6 സാധനങ്ങളാണ് എനിക്ക് തെമ്മൂന്ന് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ ഇതെല്ലാം അൺബോക്സ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറയാം ഇതെങ്ങനെയാണ് കിട്ടുന്നത്. നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും, എന്നാലും അറിയാത്തവർക്ക് വേണ്ടി. ആദ്യം ഇത് ഓപ്പൺ ചെയ്യാം. ഏതെങ്കിലും ഓപ്പൺ ചെയ്യും. ഇതിൽ കുറച്ച് സാധനങ്ങൾ ഞാൻ ഓൾറെഡി ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു, എനിക്ക് ക്ഷമയില്ലാത്തതുകൊണ്ട്. അത് നിങ്ങൾ ഒന്നൊരു കാണിച്ചു തരാം. ഏത് നീ ക്ഷമയില്ലാണ്ട് ഓപ്പൺ ചെയ്തു? ഞാൻ ഒരെണ്ണം സാറ്റ്സ് ഓപ്പൺ ചെയ്തായിരുന്നു, അതല്ലാതെ ഇതെല്ലാം ഞാൻ ഒന്നെ ഓപ്പൺ ചെയ്തായിരുന്നു. കുറച്ച് നാൾ മുമ്പ് വന്നതായിരുന്നു. വലിച്ചു പറിച്ച് അത്രയ്ക്കൊന്നും വേണ്ട. ഇതൊരു ഭംഗി. ഇതെന്താന്ന് ഗസ് ചെയ്യും. ബാഗ്. എങ്ങനത്തെ? സ്കൂൾ ബാഗ്. അതെങ്ങനെയാ? ഓ അതുപോലത്തെ. എനിക്കറിയില്ല. ബാക്ക് പാക്കാണ്. അതേ ഉള്ളു എനിക്ക് ബാഗിനോട് താല്പര്യം. സബ്ദിക്ക് അത് കൺവീനിയന്റ് ആണ് അങ്ങനത്തെ ബാഗ്. എനിക്ക് ഈ ബേജ് കളറിനോട് സമ്മറിൽ ബേജ് ഇടുന്നതാണ് ഇഷ്ടം. നീ യൂണിക്ലോന്നാണോ മേടിച്ചത്? ഇത് ഞാൻ 0 യൂറോയ്ക്ക് മേടിച്ചത്. ഓ ഇത് കൊള്ളാല്ലേ. എനിക്ക് സമ്മറിലെ എല്ലാം ബേജ് ക്ലോത്ത്സ് എല്ലാം ബേജ്, എന്റെ ആക്സസറീസ് എല്ലാം ബേജ് കളർ ഇടുന്ന ഇഷ്ടം. ബേജ് വൈറ്റ്. വേറെ ആവശ്യമില്ല. എനിക്ക് കളറൊക്കെ ഉള്ളതാ ഇഷ്ടം. എപ്പോഴും കളർഫുൾ ആയിട്ടുള്ളതൊക്കെ ഇഷ്ടം. ബട്ട് എനിക്ക് വേണ്ടതേ വേണ്ട. പിന്നെ ക്വാളിറ്റി അത്ര എനിക്കറിയില്ല, ക്വാളിറ്റിയുടെ കാര്യം എനിക്ക് അറിഞ്ഞൂടാ. ഇതെന്തായാലും കാണാൻ നല്ല ഭംഗിയുണ്ട്. നമ്മള് എന്തായാലും ഒരു സമ്മറൊക്കെ യൂസ് ചെയ്യുള്ളൂ. പിന്നെ അടുത്തതാകുമ്പോഴേക്കും നിങ്ങൾക്ക് ബോറടിക്കും. പിന്നെ ഇതിന്റെ കളറൊക്കെ ഇങ്ങനത്തെ ഇടുന്ന പെമ്പിള്ളാരൊക്കെ ഇവിടെ വന്നതിന് പഠിച്ചു. എനിക്ക് ഇവിടെ ട്രാവൽ ചെയ്യുമ്പോ നമ്മുടെ പാസ്പോർട്ടും അങ്ങനത്തെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഫോണിന്റെ ചാർജർ, ഇതെല്ലാം ഇതിന് ഇങ്ങനത്തെ ഒരു ബാഗ് പാക്ക് ഇഷ്ടം. ഇങ്ങനത്തെ സാധനം ഏതെന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്ക് പാക്ക് എപ്പോഴും ഇങ്ങനെ സീറ്റിലൊന്നും ഇരിക്കാൻ പറ്റില്ല. ഇതിങ്ങനെ ഊരണ്ട. ടോയ്ലറ്റിൽ പോവാണെങ്കിൽ എങ്ങനെയാണെങ്കിലും ഇങ്ങനെ തന്നെ ഇട്ടിട്ട് പോവാം. എനിക്ക് ഡ്രസ്സൊക്കെ കാണണം. ഇതെന്താന്ന് ഗസ് ചെയ്യേ. ഇത് പുറത്ത് വെക്കാം, എന്നിട്ട് ഗസ് ചെയ്യും. തുണിയാണോ? ജീൻസോ? കുഞ്ഞ് അല്ല, റിബൺ കാണാം. റിബൺ ഉണ്ട്, പക്ഷെ എന്തായിരിക്കും? വല്ല മാറ്റമല്ലായിരിക്കും. മാറ്റോ? തോട്ടേതാണോ? അല്ല, ഫോട്ടോയില് കണ്ടപ്പോ നല്ലൊരു ബാഗ് ആയിരുന്നു ഞാൻ ഇവിടെ കാണിക്കാൻ. പക്ഷെ ഇത് ബാഗ് തന്നെയാ. കാരണം നമ്മൾ ഈ ഫ്രീ പ്രോഡക്ട്സ് ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ ഇഷ്ടമുള്ളത് അങ്ങനെ ചൂസ് ചെയ്യാൻ പറ്റില്ല. അവര് ഒരു ലിസ്റ്റ് കാണിക്കും, അവര് അതിൽ മാത്രം നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ ആദ്യം ഒരു ബാഗ് ചൂസ് ചെയ്തോണ്ട് എനിക്ക് ബാഗ് ആയിരുന്നു ശരിക്കും വേണ്ടത്. ആ ബാഗ് ഞാൻ കാണിച്ചിട്ടില്ല. പക്ഷെ അത് ചൂസ് ചെയ്ത് കഴിഞ്ഞപ്പോ പിന്നെ വരുന്ന എല്ലാ ബാഗുകൾ തന്നെ വന്നോണ്ടിരിക്കും. അപ്പൊ ഞാൻ എന്തെങ്കിലും എടുക്കണ്ടേന്ന് ഓർത്തിട്ട് ഇതാണ്. ഇത് ഞാൻ ഓർത്തു ഈ നമ്മള് ജീൻസിന്റെ ഒക്കെ ഒപ്പം ഇടുമ്പോ അതിന് മാച്ച് ചെയ്ത്. പക്ഷെ ഞാൻ ഇങ്ങനത്തെ മെറ്റീരിയൽ അല്ല ഉദ്ദേശിച്ചത്. എന്നാലും പൊട്ടിച്ചു നോക്ക്. പൊട്ടുന്നില്ല. അതൊരു ചെറിയ പൗച്ചിലല്ലോ. കൊണ്ടുപോകാനായിട്ട് കുറച്ച് വലുതാണോ അത്? ഇതില് സാധനങ്ങളൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ജീൻസിന്റെ ഒപ്പം ഇങ്ങനെ മാച്ച് ചെയ്ത് പോകൂലേ, അങ്ങനെ. പിക്നിക്കിന് പോകുമ്പോ കൊള്ളാം. സമ്മറിലൊക്കെ ഇട്ട് നടക്കാം. സമ്മറില് പിക്നിക്കിനൊക്കെ പോകുമ്പോ കൊള്ളാം. പിന്നെ ഇത് ജോലിക്കൊക്കെ പോവാണെങ്കിൽ ചിലപ്പോ നല്ലതായിരിക്കും അല്ലേ? അല്ല, ഇത് കാണിക്കാടി. പിന്നെ ഞാനൊരു പാൻസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, വൈറ്റ്. ഞാൻ പറഞ്ഞില്ല എനിക്ക് വൈറ്റും ബേജും എല്ലാം സമ്മറിൽ ഇടണം. അപ്പൊ അത് ഞാൻ ഓൾറെഡി പൊട്ടിച്ചായിരുന്നു. ഇങ്ങനത്തെ ഒരു പാന്റ്. നിഴലടയ്ക്കുമല്ലോ. അതെ, നിഴലുണ്ട്. പക്ഷെ അതിന്റെ അടിയിൽ എന്തെങ്കിലും ഇട്ടിട്ട്. പക്ഷെ സംഭവം നല്ല രസമുണ്ട്. അത് ഫ്രീ അല്ലേ? അല്ല, ഇത് ഫ്രീ അല്ല.
പക്ഷെ ഇതിന് എത്രയായി? ഇതിന് 9 euros ആണെന്ന് തോന്നുന്നു. അപ്പൊ നമ്മൾ ഈ ഫ്രീ പ്രോഡക്ട്സ് എടുക്കുമ്പോൾ വേറെ പ്രശ്നം വെച്ചാൽ നമ്മളൊരു മിനിമം കുറച്ച് കാര്യങ്ങളും കൂടി ഓർഡർ ചെയ്യണം ഈ ഫ്രീ പ്രോഡക്ട്സിന്റെ ഒപ്പം. അത് നമ്മൾ ഇപ്പൊ 6 പ്രോഡക്ട്സ് ആണ്, 6 ദിവസം ഓരോന്നായിട്ടാണ് ഇത് ക്ലെയിം ചെയ്യേണ്ടത്. പിന്നെ നമുക്ക് അത് മാത്രമായിട്ട് ഓർഡർ ചെയ്യാൻ പറ്റില്ല. അതിനൊപ്പം അവർ പറയുന്ന ഒരു മിനിമം എമൗണ്ടിലും കൂടി നമ്മൾ വാങ്ങേണ്ടി വരും കേട്ടോ. അപ്പൊ അങ്ങനെ മിനിമത്തിൽ വാങ്ങിയതാണ് ഞാനിത്. അപ്പൊ ഞാനിപ്പോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മിനിമം ഒരു 30 euros ആണെന്ന് വിചാരിക്കും. അപ്പൊ 30 യൂറോസിന് ഞാനിപ്പോ ഒരു പാന്റ് വാങ്ങി, അല്ലെങ്കിൽ ഞാൻ വേറെ 2 സാധനങ്ങൾ കൂടി വാങ്ങി. അപ്പൊ അതിന്റെ ഒപ്പം ഈ ഒരു 6 പ്രോഡക്ട്സും കൂടി കിട്ടും. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു എന്താ പറയാ 50 യൂറോസിന്റെ പ്രോഡക്ട്സ് ആണെന്ന് വിചാരിക്കാം, നമുക്ക് 30 യൂറോസിന് കിട്ടി, അങ്ങനെ പറയുകയാണെങ്കിൽ. ലാഭോ? അതെ. പിന്നെ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ റിട്ടേൺ ചെയ്യുകയും ചെയ്യാം. ഫ്രീ പ്രോഡക്ട്സ് റിട്ടേൺ ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല, മറ്റേ പ്രോഡക്ട്സ് റിട്ടേൺ ചെയ്യാൻ പറ്റും. ഈ ഫ്രീ ഗിഫ്റ്റ്സ് നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ തെമുവിൻ്റെ ആപ്പിൽ കയറിയിട്ട് ഹോം പേജിലെത്തണം. അവിടെ നമുക്ക് മെസ്സേജസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. അതിൽ കയറി കഴിഞ്ഞ് കഴിയുമ്പോൾ പ്രൊമോഷൻസ് എടുക്കണം. അപ്പോൾ അതിൽ നമുക്ക് നോക്കുമ്പോൾ ഒരുപാട് പ്രൊമോഷൻസ് കാണും. അപ്പോൾ അതിലാണ് നമ്മൾ ഈ 0 യൂറോയിലുള്ള ഗിഫ്റ്റ് എടുക്കുക. അങ്ങനെ നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിതിൽ 6 സാധനങ്ങൾ സെലക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ 6 ഗിഫ്റ്റുകൾ നമുക്ക് ചൂസ് ചെയ്യാം. ഈ 6 ഫ്രീ ഗിഫ്റ്റ്സ് നമുക്ക് കിട്ടാനായിട്ട് നമ്മളൊരു മിനിമം പ്രൈസിന് കൂടി പർച്ചേസ് ചെയ്യണം കേട്ടോ. പിന്നെ ഇത് ഈ ബാഗിന് വേണ്ടിയാണ് ശരിക്കും ഞാൻ തെമു നോക്കിയത്. ഇത് സമ്മറിൽ ഇടാനുള്ള. അതെ, ഇത് ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇതുപോലെ സമ്മറിൽ പോകുമ്പോ ഇങ്ങനെ ഇടാനായിട്ട്. ഇത് ശരിക്കും ബീച്ചിൽ ഇടുന്നതാണോ? ബീച്ചിലും ഇടാം, പക്ഷെ സമ്മറിന് പറ്റിയ ബാഗ്. നല്ല രസമല്ലേ കാണാൻ? അതെ അതെ, എനിക്ക് ഭയങ്കര ഇഷ്ടം. എല്ലാ ഔട്ട്ഫിറ്റിനോട്ട് ചേരും. ഇതെനിക്കിഷ്ടമായി. പിക്നിക്കിനൊക്കെ പോവാൻ ഇത് കൊള്ളാം, സംഭവം കൊള്ളാം. എനിക്ക് ഒരുപാട് പോക്കറ്റ് വേണം. ഈ ഒറ്റ പോക്കറ്റ് ഇങ്ങനെ വെച്ചിട്ട് കാണില്ല, എനിക്ക് ഒറ്റൊരു പോക്കറ്റ് വേണം. ഇതുണ്ട്. പക്ഷെ സംഭവം നല്ലതാ. പിന്നെ ഇത് ഞാൻ എന്ന് വെച്ചാൽ ഇതിനൊപ്പം തന്നെ കിട്ടിയതാണ്. ഒരു 11 മാലകളാണ് ഇതെല്ലാം. ഇത് ചുമ്മാ സിമ്പിൾ ആയിട്ടുള്ള ചുമ്മാ ഒരു മാല സ്പെഷ്യൽ എനിക്ക് വന്നത് ഞാൻ അവിടെ വെച്ചു. അത് ഇതുപോലത്തെ ഒക്കെ തന്നെ മാല, എല്ലാം ഒരുപോലത്തെ. നേരെ ഞങ്ങൾക്കൊന്നും തരാണ്ട് നീ സൗദിക്കാണെങ്കിൽ അവിടെ നിന്ന് എടുത്ത് ഇട്ടൂടെ? അങ്ങനെ നമുക്ക് എന്റെ നിന്റെ എന്നൊക്കെ ഉണ്ടോ സവിത? ഇല്ലടാ, ഞങ്ങക്ക് അങ്ങനെയൊന്നും ഇല്ല, എന്റെ നിന്റെയൊന്നും ഇല്ല. ഞങ്ങളെ ഇഷ്ടമുള്ളവരുടെ എടുത്തിടും. പിന്നെ അതെ, ഇങ്ങനത്തെ ഇതുപോലത്തെ കുറെ മാലകള്. ഇതൊക്കെ മറ്റേ അവരിടുന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടോ, മറ്റേ കൊറിയക്കാരൊക്കെ ഇടുന്നല്ലേ. എന്താ ഭംഗി. ഇങ്ങനെയൊക്കെ ഇടുന്ന മാലകള് അങ്ങനെ തന്നെ ഇടുന്നത്. അതുപോലത്തെ അങ്ങനെ കുറച്ച് മാലകളാണ് ഉള്ളത്. അത് എനിക്ക് തെമൂന്നുള്ള ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ, ഞാൻ ഇതുപോലെ ഗോൾഡ് കളറുള്ളത് വാങ്ങിയാലും അതിന്റെ കളറ് പോവാറില്ല. ഞാൻ കുളിക്കുമ്പോഴും എല്ലാം ഇട്ടാലും എന്റെ കളറ് പോവാറേ ഇല്ല. തെമൂന്ന് വാങ്ങുന്നത് മാല ഞാൻ ഇതുവരെ തെമൂന്ന് വാങ്ങിയിട്ടില്ല. കമ്മലൊക്കെ വാങ്ങി കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര യൂസ് ചെയ്താലും പോലും, അത് ഞാൻ ശ്രദ്ധയോട് ചോദിച്ചപ്പോ ശ്രദ്ധയ്ക്കും അങ്ങനെ തന്നെയാന്ന് പറഞ്ഞത്. ആണോ? ഞാൻ ഇവരുടെ ഇതുപോലത്തെ സാധനങ്ങളൊന്നും മേടിക്കാം. ഞാൻ ഓർണമെന്റ്സിന്റെ ആളല്ല. മുത്തിന്റെ എനിക്ക് ഇഷ്ടപ്പെട്ട നല്ല ഭംഗിയുണ്ട്. എനിക്കിട്ടല്ല, ഇത് കൂടുതലും ഭംഗിയാ. പിന്നെ എന്തായിരുന്നു കാണിക്കാനുണ്ടായേ? അതുണ്ട്. പിന്നെ ഇത് ഇടുന്നുണ്ട്. ഇതെന്താന്ന് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റുമോ? ബാഗ് ആയിരിക്കല്ലോ. ഈ മാല ഇത് ബാഗല്ല? അല്ലല്ല, അത് ബാഗല്ല. എന്നാ ഡ്രസ്സാണോ? അല്ല, ബക്കറ്റ് ഹാറ്റ്. ഇത് സമ്മറിൽ എനിക്ക് അത്യാവശ്യമായിട്ട് വേണ്ട ഒരു സംഭവമാണ്. അതെ, എനിക്ക് ആ കളർ സമ്മറിൽ ഇഷ്ടം. വിന്ററിൽ ബ്ലാക്കും സമ്മറിൽ ഇതുമാണ് എനിക്കിഷ്ടം. വെച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് എനിക്കറിയാൻ പാടില്ല. പിന്നെ വെയിലിട്ടും കൊള്ളില്ല, കണ്ണു കാണാൻ പറ്റും. കൊള്ളത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ശരിയാ. അപ്പൊ നല്ലത്, കാറ്റത്ത് പറന്നു പോവില്ല. നല്ല കൊറിയക്കാര് വെക്കുന്ന പോലത്തെ. ചൈന കൊറിയക്കാരൊക്കെ വെക്കുന്നു. പിന്നെ ഞാൻ വാങ്ങിയത് ഒരു റിംഗ് ലൈറ്റ് ആയിരുന്നു. റിംഗ് ലൈറ്റ് ഞാൻ കുറെ നാളായിട്ട് നോക്കും. നമ്മള് റീൽസ് ഒക്കെ ചെയ്യുന്നതുകൊണ്ട് റിംഗ് ലൈറ്റിന്റെ ആവശ്യം വരാറുണ്ട്. അത് ഞാൻ വാങ്ങി ട്രൈ ചെയ്തതാണ്. പക്ഷെ എനിക്കത് അത്ര കംപ്ലീറ്റ്ലി എനിക്ക് ഇഷ്ടപ്പെടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാറ്റിസ്ഫൈഡ് ആണോ? അല്ല, കുറച്ച് അത്ര നല്ലതെന്ന് എനിക്ക് തോന്നിയില്ല. അത് റിട്ടേൺ ചെയ്തു. റിട്ടേൺ ചെയ്തപ്പോൾ അവരെനിക്ക് റീഫണ്ട് തന്നു. അവരത് തിരിച്ചെടുക്കുന്നില്ല എന്ന് പറഞ്ഞു. റീഫണ്ട് തന്നായിരുന്നു. അത് ഞാനിപ്പോ കാണിച്ചു തരാം. അങ്ങനെ ഇതാണ് ആ റിംഗ് ലൈറ്റ്. ഇത് പ്ലഗ് ചെയ്യണല്ലേ? പ്ലഗ് ചെയ്താലേ കാണാൻ പറ്റും.
അഡ്ജസ്റ്റബിൾ ആ അത് അഡ്ജസ്റ്റ് ചെയ്യാം. ലൈറ്റ് കുറവാ. ആ ലൈറ്റ് ഭയങ്കര കുറവായിരുന്നു അതിന്. അത് ഞാൻ ഇത് വീഡിയോയിലൂടെ എങ്ങനെയാന്ന് ഞാൻ കാണിച്ചു തരാം. പക്ഷേ ഈ ലൈറ്റ് ഓഫ് ചെയ്ത് കാണിച്ചു തരാം. ഓറഞ്ച് ലൈറ്റ് വേണം. ഇല്ലല്ലോ നോക്ക് ഇത് നേരത്തെ ഒന്നും കൂടെ കുറച്ച് ഡാമേജ് പറഞ്ഞാൽ മതി. ഹായ് ഗൈസ്, വെൽക്കം ടു ടെമു ഹോളെ. ഹായ് ഗൈസ്, വെൽക്കം ടു ചെരുപ്പ്. ഇതിന്റെ കളറ് ബേജി ആകാനേ ഉള്ളൂ. എന്താ ശബ്ദ? നീ ഇപ്പൊ ഇത്ര എടുത്തേക്കുന്ന ബേജിയാ, ഇനി അതും കൂടെ അതേ ഉള്ളൂ. യെസ്, ശബ്ദ ഗസ് ഇതുപോലെ തന്നെ ഇതൊരു ബേജ് കളറിലെ ഒരു എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതാണത്. അത് ഇട്ട് കാണിക്കും. ഇത് നീ മറ്റേ കല്യാണത്തിനെല്ലാം മേടിച്ചതാണോ? കല്യാണോ? ആരുടെ കല്യാണം എന്തെങ്കിലും പരിപാടിക്ക് മേടിച്ചതാണോ? എല്ലാത്തിനും ഇടാൻ പറ്റും, നല്ല ചേർന്നുണ്ട്. ഡ്രസ്സിന്റെ ഒക്കെ പെടാനായിട്ട് ഉള്ള ആ ഒരു ഷൂസ് ആണ്. നല്ല ആണോ? അതെ. പിന്നെ വേറൊരു കമ്മലും കൂടി എനിക്ക് ഫ്രീ പ്രോഡക്ട്സിൽ നിന്ന് കിട്ടിയായിരുന്നു. അതിൽ ഒരെണ്ണം കാണുന്നില്ല, കാരണം ഇതെനിക്ക് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. കുഞ്ഞു കമ്മലാന്ന് ഓർത്ത് മേടിച്ചപ്പോ ഇത് ഇത്രയും വലിയ കമ്മല. അത് കാണാൻ പറ്റുന്നുണ്ടോന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഇത് ഞാൻ എവിടേക്കോ വെച്ചു. അപ്പൊ ഇത്രയും സാധനങ്ങളൊക്കെ ആയിരുന്നു ഞങ്ങൾ തെമ്മൂന്ന് ഓർഡർ ചെയ്തിരുന്നത്. എല്ലാം തന്നെ നല്ലത് തന്നെയായിരുന്നു. എനിക്ക് ആകെ കുറച്ചെങ്കിലും ഇഷ്ടപ്പെടാതിരുന്നത് ആ റിംഗ് ലൈറ്റ് മാത്രമേ ഉള്ളൂ. വേറെ ഞാൻ ഓർഡർ ചെയ്തെല്ലാം കമ്മലും ഇഷ്ടമായില്ല. വേറെ എല്ലാം നല്ല ടാറ്റു അടിച്ചു. കവിത തെമ്മുവിന്റെ മെയിൻ ആളാ. ടാറ്റു അടിച്ച് ടാറ്റു ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു തെമ്മു. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. ഞാൻ ഇതിന്റെ എല്ലാം ലിങ്ക്, ഈ പ്രോഡക്ട്സിന്റെ എല്ലാ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തോളാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇത് വാങ്ങാവുന്നതാണ്. ഇതിന്റെ പ്രൊമോഷൻ ഒന്നും അല്ല. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. ഇതൊക്കെ എല്ലാം തോന്നുന്നത് പോണത് കർത്താവേ.